ഇന്നലെ മഴയൊക്കെ കഴിഞ്ഞതേ ഞാൻ ഇന്ന് ഇച്ചിരി ജാതിക്ക് പറക്കിയെടുക്കാൻ പോയിട്ട് അന്നേരം കണ്ടോ മൊത്തം അതിലിട്ടോ ഇതിൽ പൂവിടാം അപ്പം അത്രയും അതിൽ കായിട്ടോ കണ്ടോ എല്ലാം അഴുകിപ്പോയേ ഉണ്ടോ 2 ദിവസമായിട്ട് പിള്ളേർക്ക് വയ്യാത്തോണ്ട് ജാതിക്ക് വറക്കാൻ പോയില്ല. അല്ലെങ്കിൽ പൊന്നൂസായിരുന്നല്ലോ അതിൻ്റെ മുൻകൈ എടുക്കണേ. അപ്പം 2 ദിവസം പോകാത്തതുകൊണ്ട് മൊത്തം ചാടി കിടന്ന പൂ മൊത്തം അഴുകി പോയിട്ട് ഇത് നിലത്ത് ചാടിയ കഴിഞ്ഞ ദിവസം മഴയും പെയ്തില്ലേ. അപ്പം ഈ ഫ്രഷ് ആയിട്ടിരിക്കണേ ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കണേ എല്ലാം ഞാൻ പറിച്ചെടുത്താട്ടോ. കണ്ടോ നമ്മുടെ പൊന്നൂസ് ദേ വന്നിരിക്കണ്ട കേട്ടോ. പൊന്നൂസ് ഞാൻ ഇവരറിയാണ്ട് പോയി ജാതിക്ക പറിച്ചോണ്ട് വന്നു. അപ്പം 2-3 ദിവസം ആയില്ലായിരുന്നു അതുകൊണ്ട്. അപ്പം അതേ പൊന്നൂസ് അറിഞ്ഞ് വേഗം പറക്കി എടുക്കാൻ വന്നിട്ടാണ് കേട്ടോ. ഈ നല്ലത് മാത്രം മോനെടുത്താൽ മതി. അല്ലെങ്കിൽ കണ്ടോ അഴുകിയിരിക്കണം. കണ്ടോ അതുണ്ടോ പൂവൊക്കെ കണ്ടോ അഴുകിപ്പോയി അങ്ങോട്ട്. കണ്ടോ നല്ലതെടുക്ക്. ഇതിങ്ങനത്തെ ഫ്രഷ് ആയിട്ടുള്ള എടുക്കും. അവക്കത് അഴുകിയിരിക്കണ കയ്യേൽ ഇങ്ങനെ പറ്റില്ല. അന്നേരം ഒരു അറപ്പ് ഇല്ല പൊന്നോ. പൊന്നുവിന്റെ മാവി മാറിയോന്ന് പറഞ്ഞേ. മാവി മാറി. പക്ഷേ ഉണ്ടല്ലോ ഫുഡ് കഴിക്കാനാണ് മടി അല്ലേ. ഓക്കെ ആയി വരട്ടെ അല്ലേ. അവിടെ ഇരിക്കേ പൊന്നൂസേ. പൊന്നൂസേ ഒരു ഹായ് പറഞ്ഞേ. മാവി പോയോന്ന് പറഞ്ഞേ എല്ലാരോടും. ജാതിക്ക് വിളിക്കുമെന്ന് പറ. അപ്പൊ അത്ര ഇതിലിട. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയില് ജാതിയുടെ പൂവെന്ന് പറഞ്ഞു കേട്ടോ. ഈ ചുമന്നതിന് ജാതിയുടെ പൂവെന്ന ഞാൻ എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞു. പിള്ളേരോട് പറയും കൂട്ടങ്ങ് പറഞ്ഞതാട്ടോ. പിള്ളേർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കും. ജാതിക്കൊക്കെ പറിച്ചിട്ട് വല്ല വരാം കേട്ടോ. അത് ചീത്ത അഴുകിപ്പോയത് പൊന്നൂസ് എടുക്കൂല. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ജാതിയുടെ ജാതിയുടെ പൂവല്ല. അപ്പൊ പലരും പറഞ്ഞു അത് പൂന്നാണോ പറയണത്. പൂന്നല്ല പറയണം, ജാതി പത്രീന്നാട്ടോ പറയണം. പൊന്നൂസ് ഒരിക്കലും എൻ്റെ കൈ തരാത്ത പൊന്നൂസ് ഇതെല്ലാം ഇങ്ങനെ അഴുകിപ്പോയോണ്ട് അവൾക്ക് ഇഷ്ടമല്ല അത് പൊളിക്കണം കേട്ടോ. ഉടുപ്പേ തൂക്കല്ലേ, നമുക്ക് കൈ കഴുകി കളയാം. അല്ലെങ്കിൽ അമ്മ അത് ചെയ്തോളാവേ. എഡ്വിന് വരാനുള്ള ഇൻട്രസ്റ്റ് ആയില്ല കേട്ടോ. എഡ്വിൻ കൊച്ചു ടിവിയുടെ പുറകില. അല്ലെങ്കിൽ ഇങ്ങോട്ട് ലാസ്റ്റ് തീർന്നു കഴിയുമ്പോൾ കഴുകാം. അമ്മ എത്ത് വെച്ചോണ്ട് ചെയ്യുന്നോടാ. ചെയ്യട്ടെ. നേരെ ഇരിക്കേ നേരെ ഇരുന്നില്ലെങ്കിൽ അമ്മക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ടോ ചേട്ടായോട് വരണ്ടോന്ന് ചോദിച്ചേരെ. ചേട്ടായി വരുന്നുണ്ടോ ജാതിക്ക പൊട്ടിക്കാന്ന് ചോദിക്കും. ഇരിക്കണം നോക്കി അല്ലേ. കുഞ്ഞു ഭാവിയൊക്കെ വന്നിട്ട് ചേട്ടായി എന്ത് ചേട്ടായി ടി വി കാണും. കൊച്ചു ടി വി കാണും. കണ്ടോ ഈ പൂവൊക്കെ കണ്ടോ ഇങ്ങനെ ഇതായി പോയ പൂവിഞ്ഞി അത് വെയിലത്ത് ഉണക്കാൻ ഇടുമ്പോഴത്തേക്കും അങ്ങ് പൊടിഞ്ഞു പോവേ. അതേൽ പൊട്ടി നിൽക്കുമ്പോൾ നമ്മൾ കയറി പറിക്കുവാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. ഇതിങ്ങൾക്ക് പനിയായിട്ട് 2 ദിവസം ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല. ഇതെന്നെ കാണിക്കണം ഇതാണ് വിഷയം. അയ്യോ കയ്യോ പപ്പ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കണ്ടോ പക്ഷേ ഇന്ന് പപ്പ രാവിലെ കൊക്കോക്കിയൊക്കെ പറിച്ചിട്ടിട്ടാട്ടോ പോയെ. അപ്പം അതെല്ലാം പറിച്ച് കൊണ്ടുപോയി കൂട്ടിയിടുക കേട്ടോ. മുറ്റത്തുള്ളതെല്ലാം പറിച്ചിട്ടായിരുന്നു. അതെല്ലാം കൊണ്ടുപോയി കൂട്ടിയിടുക. പൊന്നൂന് ജാതിക്ക അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ജാതിയുടെ അടുത്തുനിന്ന് മാറില്ലായിരുന്നു. ജാതിക്ക
അതാലും പൂവൊക്കെ അതിൻ്റെ പത്രിയൊക്കെ പോയിരിക്കണോണ്ടേ. അമ്മ എടുത്തിട്ടോളാം, മോന് വയ്യായികയാവും എടുത്തിട്ടിട്ട്. അമ്മ എടുത്തിട്ടോളാന്നേ. എന്നാൽ ബാക്കി അറിവാം.